ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നത്, കസ്റ്റമർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തു അത് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസാക്ഷൻ്റെ അകത്ത് ജേണൽ വൗച്ചർ കസ്റ്റമർ സെലക്ട് ചെയ്യുക. കസ്റ്റമർ സെലക്ട് ചെയ്യുവാണ് കൃഷ്ണകുമാർ. എത്ര എമൗണ്ട് ആണോ കസ്റ്റമർ തന്ന ആ എമൗണ്ട് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. 5,000 അഡ്വാൻസ് ഒന്നും പേയ്മെൻറ്റ് റിസീവ് ആണ്. ക്യാഷ് അക്കൗണ്ട് ആണോ ബാങ്ക് അക്കൗണ്ട് ആണോ എന്ന് ആഡ് ചെയ്യുക. ക്യാഷ് സെലക്ട് ചെയ്തു സേവ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന കസ്റ്റമർക്ക് 5,000 റുപ്പീസ് അഡ്വാൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെയിൽ പാനൽ എടുത്ത് കൃഷ്ണകുമാറിനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ ബാലൻസ് കാണിക്കുന്നുണ്ട് 5,000 CR. ക്രെഡിറ്റ് ബില്ലാണ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് പൈസ തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ കസ്റ്റമറിൻ്റെ ലെഡ്ജർ ചെക്ക് ചെയ്യുവാണ്. റിപ്പോർട്ട്സിൻ്റെ അകത്ത് കസ്റ്റമർ ലെഡ്ജർ. ഇതിൽ കറണ്ട് ബാലൻസ് കാണിക്കുന്നുണ്ട് എത്രയാണെന്ന്. 95 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ ബാലൻസ് ഇനിയുള്ളത് 4,905 രൂപയാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമറിൻ്റെ അഡ്വാൻസ് ആഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്. നമ്മൾ ട്രാൻസാക്ഷൻ്റെ അകത്ത് പോവുക, ജേണൽ വൗച്ചറിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.